ബി ജെ പിയുമായി സഖ്യമില്ല എന്ന് പറയുകയും രഹസ്യമായി ബി ജെ പിയുമായി എല്ലാ രീതിയിലും ടൈപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന നേതാവാണ് ദുഷ്യന്ത് ചൗട്ടാല. അതായത് ജെ പിയും ബി ജെ പിയും തമ്മിലുള്ള എല്ലാ രീതിയിലുള്ള സഖ്യവും പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുൻ ഹരിയാന ഉപമുഖ്യമന്ത്രിയായ ദുഷ്യന്ത് ചൗട്ടാല വീണ്ടും ബി ജെ പിയുമായി ഒരു ഡീലിലേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പോസ്റ്റ് പോൾ അലയൻസ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം ഇപ്പോൾ വന്ന ലോക്പോൾ സർവേ അടക്കമുള്ള നിരവധി അഭിപ്രായ സർവേകളിൽ 90-ൽ 60-ൽ കൂടുതൽ സീറ്റ് നേടി 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയും എന്ന കൃത്യമായ നിരീക്ഷണമാണ് കോൺഗ്രസിന് അനുകൂല ഘടകം. മാത്രമല്ല, അവിടെ ജനഹിതം കോൺഗ്രസിന് അനുകൂലമായി മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി പരമാവധി സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി നിൽക്കുകയാണ്. വാസ്തവത്തിൽ കെജ്രിവാളും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഡീൽ തന്നെയാണിത് എന്ന് വ്യക്തമായി കഴിഞ്ഞതായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ, ഹരിയാനയിൽ ഉള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു: കോൺഗ്രസിനെ എതിർക്കാൻ ഒളിച്ചും പതുങ്ങിയും നിരവധിയായ പാർട്ടികളാണ് അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് ജെ പി. ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിക്ക് ഒരു സ്ഥലത്ത് പോലും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. എന്നിട്ടും ഇപ്പോഴും അവർ മത്സരിക്കുന്നത് എന്തിന് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമുണ്ട്. കോൺഗ്രസിനെ പരമാവധി സീറ്റുകളിൽ പരാജയപ്പെടുത്തി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം സുഗമമാക്കാൻ കഴിയുമോ എന്ന് ഗവേഷണം നടത്തുന്നവരാണ് ഇവരെല്ലാം തന്നെ. ജെ പിയും ആം ആദ്മി പാർട്ടിയും എല്ലാം ബി ജെ പിയുടെ ബി ടീമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പണി കൊടുക്കാനിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം കൃത്യമായി നേരിടാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ് കാണിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കൃത്യമായി പറഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന മുന്നേറ്റം അത് തീർച്ചയായും ബി ജെ പി കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. കുമാരി സൽജ കൃത്യമായി പറഞ്ഞതുപോലെ ഇനിയൊരിക്കലും വർഗീയതയ്ക്ക് ഹരിയാനയുടെ മണ്ണിൽ സ്ഥാനം ഉണ്ടാകില്ല. ഇപ്പോഴത്തെ നിയുക്ത ഡൽഹി മുഖ്യമന്ത്രിയായ അതിശി മാർലേന, അവർ ജലവകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഹരിയാനയിലെ ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അവിടുന്ന് 1 ഇഞ്ച് വെള്ളം വിട്ടുതരാൻ പോലും താല്പര്യം കാണിക്കാത്ത ബി ജെ പിയുടെ ഈ മർക്കടമുഷ്ടിക്ക് കൊടുക്കേണ്ട പണി ബാലറ്റിലൂടെ ജനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ അതേ അതിശിയുടെ പാർട്ടി ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി രഹസ്യ നീക്കവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. ഇതാണ് ആം ആദ്മിയുടെ പണ്ട് മുതലേ ഉള്ള നയം. അതായത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും കാണിക്കാത്ത രീതിയിലാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് ആം ആദ്മി നേതാക്കൾ പണിയെടുപ്പിക്കുന്നത്. ഇതിൽ അവർ എളിഭ്യരാണോ അതോ അവർ മനഃപൂർവ്വം എളിഭ്യരാകാൻ നിന്നു കൊടുക്കുന്നതാണോ എന്നുള്ളതാണ് വാസ്തവം.